സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യാം, പക്ഷേ വോട്ട് സുന്നികൾക്ക് വേണം. ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം. അപ്പൊ ആകെ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം, ഇടയ്ക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും. പട്ടിക്കാട് സമ്മേളനം നമുക്കല്ല, അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ്, ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി, മുഖ്യപ്രസംഗം ലീഗിന്റെ MP. പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി? അത് സ്വാഗതവും നന്ദിയും പറയലാണ്. അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മൾ എത്തിപ്പെടൂല, നന്ദി ആകുമ്പോഴൊക്കെ നമ്മൾ പോരും ചെയ്യും. പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞെന്ന് പൊതുവെ നമ്മൾ കേൾക്കലില്ല. രാവിലെ ചന്ദ്രിക കണ്ടിട്ട് എടുത്ത റഹ്മാനായ റബ്ബെ CH ചൂണ്ടിക്കാട്ടി, സേട്ടു സാഹിബ് വരച്ചു കാട്ടി. ഇവരെ കൊരക്കലും വിരക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെന്ത് പറഞ്ഞു അതിവര് അനുവദിക്കൂല. എന്നാൽ AP അബൂബക്കർ മുസ്ലിയാർ വന്ന ശേഷം 78 SYSന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട്. അപ്പൊ മൂപ്പര് പറഞ്ഞു, അധ്യക്ഷനാരാ? അധ്യക്ഷൻ കണ്ണിയത്ത്. ഉദ്ഘാടനാരാ? ഉദ്ഘാടനം EK അബൂബക്കർ മുസ്ലിയാരും. അത് ശരി. അപ്പൊ മറ്റവർക്ക് ഓർക്ക് മാത്രമല്ല, എല്ലാവരും വന്നോട്ടെ. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ, എല്ലാവരും വന്നു പോയിക്കോട്ടെ, ഓരോ സൗകര്യം പോലെ വന്നു പോയിക്കോട്ടെ. അതിനൊരു സെമിനാറോ സിമ്പോസിയോ വെക്കുക, എല്ലാവരും വന്നോട്ടെ. ഒരു പാർട്ടിന് മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ വന്ന് മത്സര പറയണ്ട. പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ട്, നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകരുത്. ആരോട്? കണ്ണീയത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് CHന്റെ പ്രസംഗം അതൊക്കെ ഇപ്പൊ ഇങ്ങനെ മേശമരം ഇങ്ങനെ കവുന്നു കിടക്കല. എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ, നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകാൻ പാടില്ലോ. അപ്പൊ സാധുക്കള് എന്നാ കൈതി ആണ്ടാന്നുള്ള കേറ്റങ്ങള് അവളുടെ അറിയി പോലും ചെയ്യും. ഇവരാക്കി അയച്ചലാണ്. അപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വന്ന ശേഷം പ്രശ്നം തുടങ്ങി. ശരിയാ. എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത്? ഇത് സമസ്ത, അത് മുസ്ലിങ്ങളെ ആത്മീയ സംഘടനയാണ്. SYS മുസ്ലിങ്ങളെ ആത്മീയ സംഘടനയാണ്. ഈ സംഘടനയിലൊക്കെ അവര് മതപണ്ഡിതന്മാർ കാര്യം പറയട്ടെ, എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാരും സഹായം വേണം, എല്ലാരും വന്നോട്ടെ, ഒരു പാർട്ടിക്കാരെ മാത്രം ആക്കണ്ട. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടത്തെ പ്രാസംഗികം പറഞ്ഞൊരു പ്രധാന വിഷയം തരണങ്ങള്, പണ്ട് പള്ളി മദ്രസ കമ്മിറ്റിയിൽ വേറെ ഒരു TSGയോ 4500 കാർ ആയതാണ്, അതൊന്ന് മാറ്റി കൊടുക്കണം റോട്ടിന്ന്. അവിടെ റോഡ് ബ്ലോക്കായിട്ടാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പിന്തുണ വേണം, ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായിക്കൂടാ. അപ്പൊ ഇവിടെ പ്രാസംഗികം പറഞ്ഞ കാര്യം തരണങ്ങള് നല്ല കാര്യമാണ് അയാളെ പറഞ്ഞത്. ഞമ്മക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അയാൾ പറഞ്ഞ കാര്യമൊക്കെ വളരെ സത്യമാണ്. അയാൾ പറഞ്ഞ തരണങ്ങള് ഇപ്പൊ പള്ളിന്റെ സെക്രട്ടറി, മദ്രസ സെക്രട്ടറി ഒക്കെ ലീഗ് അല്ലാത്ത ആൾക്കാർ വരികയാണ്, അത് എങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റും? അപ്പൊ ഇവരെന്താ മനസ്സിലാക്കണില്ല നിങ്ങള്? ഈ ലീഗ് അവര് ലീഗ് പറഞ്ഞ തജ്ജുസ്കരിക്കണ ഖുർആന്റെ നടുക്കഷ്ണല്ലേ ഞങ്ങള് ലീഗ്, അതല്ലാതെ ഒന്നും ആകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കി, CPMന്റെ ജില്ലാ സെക്രട്ടറി സൈദാലുട്ടിയാക്ക ഉംറക്ക് പോയി റമദാന്റെ തലേ മാസം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഹറമിലുണ്ടായിരുന്നു. ഇയാൾക്ക് നടക്കാനൊന്നും കഴിയാത്തോണ്ട് ആ ഉന്തു വണ്ടിയിലുണ്ട്. ഇയാളെങ്ങനെ ഇയാളെ മകനോ എങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുന്നുണ്ട്, സഹി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പാടെ കണ്ടു, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും നിങ്ങൾ കാര്യം എന്തായാലും ഒരു ചെറിയ ചാരല് നമ്മൾ തമ്മിൽ ഉണ്ടായതുകൊണ്ട് ഇത്രയെങ്കിലും ഒരു മാറ്റം വന്നല്ലോ എന്നുള്ളത്, അതൊരു ചെറിയ മാറ്റാണ്. ഇപ്പൊ MA ബേബി ഇന്നലെ ആജിയമാരെ അങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് ആള് പറയാണ്, എനിക്ക് കുട്ടിക്കാലം മുതൽ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരാഗ്രഹം ഉണ്ടായല്ലോ, അല്ല ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ടായില്ലേ, ഇനി ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ ബേബി, അതിൽ കുറച്ച് കാര്യമുണ്ട്, അതും കൂടി ചെയ്യുന്നതിന് ഇന്ത്യയിൽ എതിരൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാണെങ്കിൽ നമ്മളെ മാധവിക്കുട്ടി അമ്മയൊക്കെ ചെയ്തില്ലേ അല്ലേ, അങ്ങനെ ചെയ്യാവുന്നതാണ്. അജ്ജനക്കാർക്കും പോകാം, അതൊന്നും വിഷയമല്ല. ഒരാഗ്രഹം ഉണ്ടായല്ലോ, നമുക്ക് അതൊക്കെ വലിയ സന്തോഷം ഉണ്ട് എന്നാ പറയണത്. അപ്പൊ സൈദാലുട്ടിയാക്ക ഈ ഉംറ ചെയ്യുന്ന കണ്ടപ്പോ അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടോ പോണോ വെച്ചു ജിദ്ദീക്കാണ്. ഞാൻ പറഞ്ഞു, ജിദ്ദയിൽ നമ്മളെ ഓഫീസുണ്ട്, അവിടെ നമുക്ക് പോകാന്നോ. അങ്ങനെ ജിദ്ദയിലെ SYS ഓഫീസിലേക്ക് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞങ്ങളൊരു സ്വീകരണം എന്നല്ല, അവിടെ കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുമായുള്ള സംസാരത്തിൽ മൂപ്പർ പറഞ്ഞു, ഞാന് എന്റെ ഈ കാലം വരെയുള്ള പ്രവർത്തനത്തിൽ ഹജ്ജിന് പോണ ആൾക്കാരെ ആ എയർപോർട്ടിൽ പോയിട്ട് കാണാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ നിരന്തരം വിളിക്കുന്നു, എല്ലാരും വരുന്നുണ്ട്, നിങ്ങളൊന്ന് വന്ന് ഒന്ന് കണ്ടു പോകണം, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ നിർബന്ധിച്ച് ഞാൻ ചെന്നപ്പോ ഒരു 2 വാക്ക് ആശംസിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ മടിച്ചെങ്കിലും പിന്നെ അവരൊക്കെ നിർബന്ധിച്ച് ഞാൻ ചെന്നപ്പോ ഈ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഇരിക്കണ ആൾക്കാരെ കണ്ടപ്പോ അത് നമ്മൾ കണ്ടാട്ടോ ഇത്ര കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടുന്ന്. ഏതൊരു മനുഷ്യരുണ്ടാവൂലേ ഇക്കാര്യം വരെ ചെയ്യാത്തൊരു കാര്യം കാണുമ്പോൾ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ആജിമാര് ദ്വാരുന്നു. ആ ദ്വാന്റെ ഫലാണ് ഞാൻ ഇവിടെ ഹറമിലെത്തിയത് എന്ന് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് അവിടെ മുജാഹിദായിരുന്ന KC അബൂബക്കർ മൗലവിന്റെ സ്മാരകം ഉണ്ടാക്കുന്ന പിരിവിന് വേണ്ടി വന്നിട്ടുണ്ട് ലീഗിലെ പ്രാസംഗ്യൻ PV മുഹമ്മദ് അരീക്കോട്. അയാൾ ജിദ്ദയിലുണ്ട്. അയാൾ ഈ വിഷയം അറിഞ്ഞപ്പോ സൈദാലുട്ടിയാക്ക ഉംറ ചെയ്തെന്ന് കേട്ടപ്പോ ഇയാളെ പ്രസ്താവന PV മുഹമ്മദിന്റെ എല്ലാ പത്രത്തിലും ഇയാളെ പ്രസ്താവന പിണറായി മറുപടി പറയണം. സൈദാലുട്ടിയാക്ക ഉംറ ചെയ്തേന് പിണറായി മറുപടി പറയണം. അപ്പൊ എന്താണ് ഈ ബുദ്ധിയില്ലാത്ത കമ്പനി മനസ്സിലാക്കണേ ഞങ്ങള്? ഇവര് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പള്ളി, മദ്രസ, ഹറമ് ഒക്കെ ഇവർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഹജ്ജ് ഹൗസ് ഉദ്ഘാടനത്തിന് രസമുണ്ടായി. നമ്മളെ പാലുപൊലി മോമോട്ടിക്ക് വയസ്സ് കുറെ ആയില്ലേ. അതുകൊണ്ട് മൂപ്പര് പിന്നെ മറന്നിട്ടോ ഇനി വയസ്സ് കൂടിയോണ്ടോന്ന് അറിയില്ല. മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞു ഈ ഹജ്ജ് ഹൗസിന് 2004 ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടാന്ന് പറഞ്ഞു. പൊള്ളാണത്. ഈ ഹജ്ജ് ഹൗസിനല്ല ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടത്. മൂപ്പര് അവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറം മൂപ്പര സംഘടന പാർട്ടിക്കാർ നടത്തുന്ന ഒരു സ്കൂളിലെ മുറ്റത്താ തറക്കല്ലിട്ട്. എന്താ ഹജ്ജിനൊരു 15 ദിവസം ഇത് ആവശ്യമുള്ളത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ നടത്താനോ എന്നുള്ള നിലയ്ക്ക് ഒരു സ്കൂൾ മുറ്റത്താ EMA കോളേജ് അറിയനെ തറട്ടാറ് കഴിഞ്ഞിട്ടില്ല, വളർന്നു കുറെ പോയിട്ടില്ല. അവിടെയാണ് ഇവർ നടക്കുന്നത് 2004. അവിടെ അല്ല ഹജ്ജ് ഹൗസ്. ഹജ്ജ് ഹൗസ് റൺവന്റെ അടുത്താ, എയർപോർട്ടില് വിമാനം പാർക്ക് ചെയ്യുന്നതിന്റെ ചേർന്ന ഹജ്ജ് ഹൗസ്. അപ്പൊ ഇത് പാലോളി മോമോട്ടി പറഞ്ഞപ്പോ പിന്നീട് ആശംസാ പ്രസംഗത്തിന് വന്ന മുൻ മന്ത്രി ആര്യാളും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാനൊരു മഹാ അത്ഭുതം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് 2004 ഈ സംഗതിക്ക് തറക്കല്ലിട്ടപ്പോ ഞാൻ ഒന്നുകിൽ മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ MLA ആയിരിക്കും. ഞാൻ ഈ വിഷയമൊന്നും അറിഞ്ഞില്ലല്ലോ പഠിച്ചോനെ. ആര്യാണ്ട് എങ്ങനെ അറിയാം? ആര്യാടെ മുസ്ലിം അല്ലല്ലോ. മുസ്ലിം ആരാ? ലീഗ് മാത്രം ഇസ്ലാം, അവര് മാത്രം മുസ്ലിം, അവർക്ക് മാത്രം ഹറമ്, അവർക്ക് മാത്രം പള്ളി. ഇപ്പൊ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോ, മദ്രസ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമ്പോ ചില രാഷ്ട്രീയ കക്ഷിക്കാരൊക്കെ അല്ല മെമ്പറായിക്കോളാം, ഞാനും വേണമെങ്കിൽ മെമ്പറായിക്കോളാം എന്ന് പറയുമ്പോ നേരത്തെ ഈ ഗവൺമെന്റ് വരുന്ന ഇടതുപക്ഷമാണ് നേരത്തെ ഭരിക്കുമ്പോ വിദ്യാഭ്യാസം അത് ക്രിസ്ത്യാനിയക്ക്, UDF ഭരിക്കുമ്പോ വിദ്യാഭ്യാസം അത് ലീഗിന്. ഇങ്ങനെയാണല്ലോ. ഇതുപോലെ പള്ളി കമ്മിറ്റി, ആ വിഷയം മദ്രസ കമ്മിറ്റി, അതൊന്നും ഇവരാരും അടുക്കൂല. അത് ഞമ്മക്ക് പറഞ്ഞല്ല. എന്നാ ഇപ്പൊ അതിനൊരു മാറ്റം വന്നു. ആ മാറ്റം വന്നോണ്ടുള്ള ഗുണം എന്തായിരുന്നെങ്കിൽ, ഈ മാറ്റം വന്നോണ്ടുള്ള ഗുണം ഇത് നിങ്ങൾ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെങ്ങാനും മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ മെമ്പറായി ഉണ്ടായിരുന്നെങ്കിൽ ശംസുൽ ഉലമക്ക് മരിക്കുന്നത് വരെയും അവിടുത്തെ പ്രിൻസിപ്പൽ പദവി നഷ്ടപ്പെടുമായിരുന്നില്ല. കാരണം ഒരാൾ വേറെ പാർട്ടിക്കാരല്ല, ഇവര് മാത്രമേ ഉള്ളൂ. ഈ രൂപത്തിൽ ഇവർ വന്നു. ഒക്കെ നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെട്ടത് അങ്ങനെയാ. ബാഫക്കി യത്തീംഖാന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള യത്തീംഖാനയാണ് ബാഫക്കി യത്തീംഖാന. സമസ്ത കേരള SYS ഒന്നും കൂടിയല്ല ഭരണഘടന അതിന്റെ ആധാരത്തിലുള്ളത്. സമസ്ത കേരള സുന്നി യുവജന സംഘം. ആ സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ സ്ഥാപനം എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെട്ടത്? നമ്മൾ ബർക്കത്തിന് വേണ്ടി തങ്ങളാക്കും. തങ്ങൾ ബർക്കത്തുമായോ, ബർക്കത്തും മാത്രമല്ല കോളേജുമായിട്ട് പോവുക. പിന്നെ ബർക്കത്തുമായിട്ട് അത്രയായിട്ടില്ല പോണെ, കോളേജുമായിട്ട് പോവുക. എത്ര കോളേജ് പോയി നമുക്ക് നോക്കൂ. നമ്മൾ എടപ്പാടുള്ള ദാറുൽ ഹിദായ യത്തീംഖാന, അതെ പൊന്നാനി താലൂക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള സ്ഥാപനമാണ്. എങ്ങനെയാ പോയത്? ബർക്കത്തിന് വേണ്ടി തങ്ങളെ ആക്കും, തങ്ങൾ ബർക്കത്തും കോളേജിലും പോവുക. ഒരുപാട് കോളേജുകൾ അങ്ങനെയാണ്. പട്ടിക്കാട് ജൂനിയർ നൂരി അറബിക് കോളേജും പോയത്. പകരം വേറെ ഒരു 1-2 രാഷ്ട്രീയ പാർട്ടിക്കാര് തന്റെ ഉള്ള ഒരു സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുകയായിരുന്നു. അപ്പൊ നമ്മള് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികള് എല്ലാം നമ്മള് ഒരുപോലെ കണ്ടാൽ മതി. എല്ലാരും ഒരുപോലെയാണ്. CPM ആയിട്ട് വലിയ ഗുണമുള്ളതല്ല,
ലീഗായിട്ട് വലിയ മുന്തിയോ അല്ല, ഒക്കെ അങ്ങനെ കണക്ക്. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചോളം. ഇതിൽ നമുക്കാരാണ് നമ്മളെ കാര്യങ്ങൾക്ക് എതിരാകാത്തത്? ആ വിഷയത്തിൽ അവരെ സഹായിക്കുക എന്ന് മാത്രമേ നമ്മളുള്ളൂ. നമ്മൾ സഹായിക്കുമ്പോൾ തന്നെ സ്ഥായിയായ സഹായമല്ല, സ്ഥിരമായ സഹായമല്ല, സഹായിച്ചതിന് മാത്രമുള്ള സഹായം. ആ സഹായം അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഞങ്ങൾക്ക് 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ. നോക്കുക ഇങ്ങനെ വല്ല മാറ്റം വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ എന്താ അപ്പൊ വോട്ട് മാറി ചെയ്യാൻ നമുക്ക് വല്ല പ്രയാസമുണ്ടോ? ഒരു വസ്തുണ്ട്. നമ്മളിന് ആർക്കും ഒരു എഗ്രിമെന്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഒരു എഗ്രിമെന്റും എഴുതിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ വോട്ട് ചോദിച്ചപ്പോൾ അതിന്റെ പേരിൽ ഒരു വണ്ടിക്ക് എണ്ണ അടിക്കാൻ പോലും ആരോടും പൈസ വാങ്ങിയിട്ടില്ല. നമുക്ക് ആരുടെ പ്രതിബദ്ധത അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഇതൊക്കെ താൽക്കാലിക സംവിധാനങ്ങളാണ്. എന്നാൽ ഇവിടെ ലീഗ് ചെയ്യുന്നത് അവർ പറയുന്നത് മാത്രം ഇസ്ലാം, പള്ളി അവർക്ക്, പിന്നെ മദ്രസ അവർക്ക്, എല്ലാം അവർക്ക്. അതിന് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവരെ ആശങ്ക. ഈ ആശങ്ക യാഥാർത്ഥ്യം. എന്നാൽ മാറ്റം വരുന്നതൊക്കെ എങ്ങനെയാ? നമ്മളെ സ്ഥാപനത്തിൽ എവിടെയും ഒരു മാർക്സിസ്റ്റുകാരനോ ഒരു കോൺഗ്രസുകാരനോ അവന് നമ്മെ വീറ്റോ ചെയ്യുന്ന, നമ്മെ അടിച്ചാൽപ്പിനെ ഒഴിവാക്കാവുന്ന രൂപത്തിലുള്ള ഒരു കടന്നുകയറ്റം ആരും നടത്തിയിട്ടില്ല. അതൊക്കെ ഉസ്താദന്മാരെ തീരുമാനത്തിന് വഴിപ്പെടുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മളെ സ്ഥാപനങ്ങളിലും മദ്രസകളിലും പള്ളികളിലും ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മളെ കോളേജിൽ അങ്ങനെ തന്നെയല്ലേ? അത്രേ ഉള്ളൂ. മാത്രമല്ലല്ലോ, ഞങ്ങൾ ഈ ഇരിക്കുന്ന ആ റോട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഏതാപ്പം എനിക്കറിയില്ല. ഇവിടെ ഈ ബോക്സ് മുതൽ ഇങ്ങോട്ട് അതിൽ ഞാൻ നിങ്ങളാരും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. കാര്യം നമ്മളൊരു വിഷയം പറയുമ്പോ അതിനൊരു ഇത് വേണ്ടേ. ഈ ബോക്സ് മുതൽ ഇങ്ങോട്ട് ഇരിക്കണ, ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കണ ഇവരൊന്നും ഒരു രാഷ്ട്രീയ കക്ഷിയിലും മെമ്പർഷിപ്പ് ഇല്ലാത്തവരാണ് എന്നാ എന്റെ വിശ്വാസം. അല്ലേ? ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം. അത് കരുതിയേ ഞങ്ങൾക്ക് എല്ലാ കാര്യം അറിയും. സർക്കാർ കമ്മീഷൻ ഞങ്ങൾക്കറിയാം. വോട്ട് എവിടെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേ മാതൃകയാണെന്ന് കരുതിയേ എല്ലാ ചിഹ്നത്തിനും വോട്ട് ചെയ്താൽ അസാധുവാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഒക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെ മണ്ടന്മാരായി കണക്കാക്കണ്ട. രാഷ്ട്രീയം എല്ലാ വിഷയവും അറിയാം. ഈ വിഷയങ്ങൾ അറിയുന്ന ഞങ്ങൾ സ്ഥിതി എന്തായാലുണ്ടോ? വോട്ട് ചോദിച്ച് കോൺഗ്രസ്സുകാർ യാഥാർത്ഥ്യത്തിന് ഞങ്ങൾ അപ്പോഴും പള്ളിയിലോ മദ്രസയിലോ എവിടെയെങ്കിലും. മാർക്സിസ്റ്റുകാർ യാഥാർത്ഥ്യന്നു, ലീഗുകാർ യാഥാർത്ഥ്യന്നു. ഞങ്ങൾ ഇങ്ങനെ നോക്കിങ്ങനെ നിൽക്കും. നല്ല ജാഥട്ടോ, നല്ല വിഷയം തന്നെയാണ്. ഞങ്ങൾ വോട്ട് ചെയ്യുന്ന അന്ന് രാവിലെ കൂടി ആലോചിച്ച് തീരുമാനം നേതാക്കന്മാർ പറയും. ആ മണ്ഡലത്തിൽ ഇന്നാക്കി ചെയ്താൽ മതി, ഈ മണ്ഡലത്തിൽ ഇന്നാക്കാണ്, ഈ മണ്ഡലത്തിൽ ഇന്ന ആള്, പക്ഷെ ആ പാർട്ടിക്കാരനല്ല മറ്റേ മണ്ഡലത്തിൽ ഇന്നൊക്കെ വോട്ട് ചെയ്തോളി ഇതിന്റെ തീരുമാനമൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ മൊത്തം കേരളത്തിൽ ഒറ്റ കക്ഷിക്കാണെന്നും പറയും. അതൊക്കെ അന്ന് പറയും. അടുത്ത തെരഞ്ഞെടുപ്പ് ആർക്കാ വോട്ട് ഇതുവരെ